ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് എന്നുള്ള കോൺസെപ്റ്റാണ്. സി # പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എന്തിനാണ് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പിലുള്ള ഇൻഹെറിറ്റൻസ് ആണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സിനകത്തുള്ള ഒബ്ജക്ട്സിന് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കലി അക്വയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ഇവിടെ പാരൻറ്റ് ക്ലാസ് ഉണ്ടായിരിക്കും, ചൈൽഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ പാരൻറ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള മെമ്പേഴ്സിനെ, മെത്തേഡ്സിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചൈൽഡ് ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റുകൾക്കൊക്കെ ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതും ഓട്ടോമാറ്റിക്കലിയാണ് ചെയ്യുക, നമ്മൾ പ്രത്യേകിച്ച് പിന്നെ ഒന്നും അതിനകത്ത് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് കോഡിനെ റീയൂസ് ചെയ്യാൻ കഴിയും, ഡാറ്റനെയും ആട്രിബ്യൂട്ട്സിനെയും ബിഹേവിയേഴ്സിനെയും ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ കഴിയും. പക്ഷെ അതൊക്കെ എന്താണ്, മറ്റൊരു ക്ലാസ്സിലാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക എങ്കിലും അതിൻ്റെ ഈ ഡിറൈവ്ഡ് ക്ലാസ് അല്ലെങ്കിൽ ഈ ചൈൽഡ് ക്ലാസ്സിന് ഈസിലി ആക്സസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മളുടെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത്. നമ്മൾ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുക. അതായത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ക്ലാസ്സിനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, പാരൻറ്റ് ചൈൽഡ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുകൂടി ഈസിയാണ്. ഡിറൈവ്ഡ് ക്ലാസ് എന്താണ്, ചൈൽഡാണ്. പാരൻറ്റ് ക്ലാസ് ബേസ് ക്ലാസ്സുമാണ്. ഈ ഡിറൈവ് ചെയ്ത ക്ലാസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ക്ലാസ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പാരൻറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാക്കാം. അതാണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസും മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ ഒക്കെ പ്രത്യേകത. അപ്പോൾ ഏതായാലും പാരൻ്റായിട്ടൊരു ക്ലാസ് ഉണ്ടാവും, അതാണ് ബേസ് ക്ലാസ്. അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് വേർഷൻ ആയിരിക്കും ഈ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആനിമൽ എന്ന് പാരൻ്റ് ക്ലാസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കാം, ക്യാറ്റ് എന്ന് പറഞ്ഞൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ നമുക്ക് ഉണ്ടാക്കാം. അങ്ങനൊരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഡ് റീയൂസബിലിറ്റിയാണ്. നമുക്ക് കോഡിനെ റീയൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് കോഡ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഒറ്റ കോഡ് കൊടുത്ത് അതിനെ വേറെ ടീമിനൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റാണ്. നമുക്ക് പാരൻറ്റ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ റീയൂസ് ചെയ്തിട്ട് ചൈൽഡ് ക്ലാസ്സിനെ യൂസ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സിനെ റിപ്പീറ്റഡ്ലി അല്ലെങ്കിൽ പിന്നെയും ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമുക്ക് ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോഡ് മാക്സിമം ലെസ്സായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് കോഡ് സൈസ് മാക്സിമം കുറക്കാൻ കഴിയുന്നുള്ളതും ഇൻഹെറിറ്റൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ആ ക്ലാസ് പിന്നെയും വേറെ ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്നും പറയും. നമുക്ക് ആദ്യം സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് എംപ്ലോയി, ഇതാണ് പാരൻറ്റ് ക്ലാസ്. എന്താണ് ഇവിടെ, എംപ്ലോയി ആണ് പാരൻറ്റ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയാണ്. ഓക്കെ, സാലറി എന്താണ്, പബ്ലിക് ഫ്ലോട്ട് സാലറി ആണ്, ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിനകത്ത് നമ്മൾ ഫീൽഡാണ് കേട്ടോ നമ്മൾ അക്വയർ ചെയ്യുന്നത്, അതായത് മോഡിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ആക്സസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പബ്ലിക് ക്ലാസ് പ്രോഗ്രാമർ, അതായത് ഫീൽഡാണ് നമ്മളിവിടെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നും നമുക്ക് പറയാം. പബ്ലിക് ക്ലാസ് പ്രോഗ്രാമർ, പിന്നെ ഒരു കോളൻ ഇട്ടിട്ട് എംപ്ലോയി എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്, പുതിയൊരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിൻ്റെ പേര് പ്രോഗ്രാമറാണ്. അതാണ് നമ്മളുടെ ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയി ബേസ് ക്ലാസ്സും പ്രോഗ്രാമർ അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പബ്ലിക് ഫ്ലോട്ട് ബോണസ്, അതിനകത്ത് ബോണസ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഫീൽഡുകൾ നമ്മൾ കൊടുത്തു, ഒന്ന് പാരൻറ്റിലും ഒന്ന് ചൈൽഡിലുമാണ്. പിന്നെ ക്ലാസ് ടെസ്റ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ അടുത്ത ക്ലാസ് കൊടുത്തു, അതിനകത്ത് മെയിൻ മെത്തേഡ് കൊടുത്തു. പ്രോഗ്രാമർ P1 = ന്യൂ പ്രോഗ്രാമർ, അതായത് പ്രോഗ്രാമർ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. P1 എന്നാണ് ഒബ്ജക്റ്റിൻ്റെ പേര്. ഈ P1ന് ഈസി ആയിട്ട് പ്രോഗ്രാമറിനകത്തുള്ള ബോണസും ആക്സസ് ചെയ്യാം, എംപ്ലോയിക്കകത്തുള്ള സാലറിയും ആക്സസ് ചെയ്യാം. അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി നമ്മൾ രണ്ട് കോൺസെപ്റ്റുകൾ പ്രിൻറ്റ് ചെയ്യുകയാണ്. കൺസോൾ റൈറ്റ് ലൈൻ സാലറി P1.salary,
കൺസോൾ റൈറ്റ് ലൈൻ ബോണസ് P1 ഡോട്ട് ബോണസ്. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെയാണ് വരിക? സാലറി എന്ന് പറഞ്ഞ് 40,000 വരും, ബോണസ് എന്ന് പറഞ്ഞ് 10,000 വരും. ബിക്കോസ് നമ്മളിവിടെ ഫീൽഡ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഈസിലി അത് പോസിബിളാണ് ഈ ഒരു പ്രോഗ്രാം ത്രൂ. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് കണ്ട എക്സാമ്പിൾ. സാലറി എന്ന് കൊടുത്തിട്ടുണ്ട്, ബോണസും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് എങ്ങനെയാണ് മെത്തേഡ് ഇൻഹെറിറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫീൽഡ് ഇൻഹെറിറ്റ് ചെയ്തു, അതുപോലെ നമുക്ക് മെത്തേഡും ഇൻഹെറിറ്റ് ചെയ്യാം. യൂസിങ് സിസ്റ്റം പബ്ലിക് ക്ലാസ് ആനിമൽ. ഇവിടെ നമ്മൾ ആനിമലാണ് ക്ലാസ്, അതായത് ബേസ് ക്ലാസ്. പബ്ലിക് വോയിഡ് ഈറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് കൊടുത്തു. കൺസോൾ റൈറ്റ് ലൈൻ ET. ഇവിടെ നമ്മൾ എന്താണ് റൈറ്റ് ചെയ്യുന്നത്? ET. ജസ്റ്റ് ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. നമ്മൾ വലിയ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്കവിടെ ലോജിക്കലി പല എക്സിക്യൂഷൻസും നടത്താം. പബ്ലിക് ക്ലാസ് ഡോഗ് -animal. അതായത് നമ്മൾ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കി, അത് ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ആനിമൽ എന്നാണ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ബേസ് ക്ലാസ് ആനിമലും ഡിറൈവ്ഡ് ക്ലാസ് ഡോഗുമാണ്. പബ്ലിക് വോയിഡ് ബാർക്ക്. അതിനകത്ത് എന്താ നടക്കുന്നത്? ബാർക്ക് എന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ലൈൻ ബാർക്കിംഗ്. ക്ലാസ് ടെസ്റ്റ് ഇൻഹെറിറ്റൻസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മെയിൻ മെത്തേഡ് തുടങ്ങി. ഡോഗ് D1 = ന്യൂ ഡോഗ്. ഇവിടെ നമ്മൾ D1 എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഡോഗ് D1, അതായത് ക്ലാസ് എന്താണ്? ഡോഗാണ്, ഒബ്ജക്റ്റ് D1 ആണ്. D1 ഡോട്ട് ഈച്ച്, D1 ഡോട്ട് ബാർക്ക്. അപ്പോൾ രണ്ട് മെത്തേഡ് നമ്മൾ ഈ ഒരു ചൈൽഡ് ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ മെത്തേഡ്സ് ആയിട്ട് ഫോളോ ചെയ്തു. അപ്പോൾ രണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഒന്നെന്താണ്? ഒരു മെത്തേഡ് ഉള്ളത് ചൈൽഡ് ക്ലാസ്സിലും ഒരു മെത്തേഡ് ഉള്ളത് പാരൻറ്റ് ക്ലാസ്സിലുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്? ഈറ്റിംഗ്, ബാർക്കിംഗ്. അപ്പോൾ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മെത്തേഡ്സിനെ ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും, ഫീൽഡിനെയും ഇൻഹെറിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്നതാണ് നമ്മളിവിടെ ഈ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ്? ഇൻഹെറിറ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? C# പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ മറ്റൊരു ക്ലാസ്സിൻ്റെ, അതായത് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും ആട്രിബ്യൂട്ട്സൊക്കെ അക്വയർ ചെയ്ത് മോഡിഫൈ ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും യൂസ് ചെയ്യാനും റീയൂസ് ചെയ്യാനൊക്കെ കഴിയും. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് എന്നും പറയും. ഇൻഹെറിറ്റ് ചെയ്യപ്പെട്ട ക്ലാസ്സിനെ നമ്മൾ ബേസ് ക്ലാസ്സും എന്നും പറയും. ഈ ഡിറൈവ്ഡ് ക്ലാസ് ബേസ് ക്ലാസ്സിൻ്റെ സ്പെഷ്യലൈസ്ഡ് ക്ലാസ് ആയിരിക്കും. പിന്നെ പറഞ്ഞതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരൻറ്റ് ക്ലാസ്സിനെ മെമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യാതെ തന്നെ റീയൂസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കോഡിൻ്റെ സൈസ് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ വലിയ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ സൈസ് ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയും. പിന്നെ പറഞ്ഞത് ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അത് പിന്നെയും വേറെ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്നും പറയും. പിന്നെ നമ്മൾ രണ്ട് എക്സാമ്പിൾസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന് നമ്മൾ ഫീൽഡിനെയാണ് ഇൻഹെറിറ്റ് ചെയ്തത്, മറ്റൊന്ന് നമ്മൾ മെത്തേഡിനെയാണ് ഇൻഹെറിറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ.